എല്ലാ കൂട്ടുകാർക്കും +2 ഇംഗ്ലീഷ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കെ സച്ചിദാനന്ദൻ എഴുതിയ സ്റ്റാമർ എന്ന് പറയുന്ന കവിതയുടെ റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഈ കവിത ഒരു കോംപ്ലക്സ് പോയമാണ്, ഒരു സങ്കീർണ കവിതയാണ്, ഒരു ഫിലോസഫിക്കൽ പോയം കൂടിയാണ്, ഒരു തത്വചിന്താപരമായ കവിത കൂടിയാണ്. ഈ കവിതയുടെ ബിഗിനിങ്ങില് പോയറ്റ് പറയുന്നത് പെർസ്പെക്റ്റീവ് മേക്സ് ഡിഫറൻസ് എന്നാണ്. കാഴ്ചപ്പാടുകളാണ് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ്. നമുക്ക് വ്യത്യസ്തമായി ഓരോന്നിനെയും കാണാം, സമീപിക്കാം എന്ന്. എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ അതിനൊരു നെഗറ്റീവ് ഉണ്ടെന്നും നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ അതിന് ചില പോസിറ്റീവുകളും നമുക്ക് കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അപ്പൊ സ്റ്റാമർ എന്ന കവിതയെ കുറിച്ച് നമുക്ക് നോക്കാം. സ്റ്റാമർ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ കെ സച്ചിദാനന്ദൻ, ദ ഫേമസ് ഇന്ത്യൻ പോയറ്റ്. പ്രശസ്തനായ ഇന്ത്യൻ കവി കെ സച്ചിദാനന്ദനാണ് സ്റ്റാമർ അഥവാ വിക്ക് എന്ന് പറയുന്ന കവിത എഴുതിയിരിക്കുന്നത്. ഹി ബിഗിൻസ് സേയിങ് ദാറ്റ് സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ് ഓർ ഡിസബിലിറ്റി. അറ്റ് ദ ബിഗിനിങ്, ഈ കവിതയുടെ തുടക്കത്തിലെ കവി പറയുന്നത് സ്റ്റാമർ എന്ന് പറയുന്നത് നോട്ട് എ ഹാൻഡിക്യാപ്പ്, ഒരു ഹാൻഡിക്യാപ്പ് അല്ല, ഒരു വൈകല്യമല്ല, ഒരു ഡിസബിലിറ്റി അല്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. കവി അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നു എന്ന. പിന്നെ എന്താ പോയിറ്റ് പറയുന്നത്? ഇറ്റ് ഈസ് ഓൺലി എ ഡിഫറെന്റ് മോഡ് ഓഫ് സ്പീച്ച്, അതൊരു വ്യത്യസ്ത രീതിയിലുള്ള സ്പീച്ച്, സംസാര രീതിയാണ് എന്നാണ്. അപ്പൊ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. സ്റ്റാമറിനെ പോയിറ്റ് എന്തായിട്ടാണ് കാണുന്നത്? എന്തായിട്ടാണ്? ഇറ്റ് ഈസ് ഓൺലി എ ഡിഫറെന്റ് മോഡ് ഓഫ് സ്പീച്ച് എന്നാണ് പറയുന്നത്. The poet defines stammer as the silence that falls between word and meaning. വേർഡിനും മീനിങ്ങിനും ഇടയിൽ, വാക്കിനും അർത്ഥത്തിനും ഇടയിൽ ഉണ്ടാവുന്ന നിശബ്ദതയാണ് വിക്ക്, സ്റ്റാമർ എന്ന് പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇറ്റ് ഈസ് ലൈക്ക് ലെയിംനെസ്. സ്റ്റാമർ എന്തുപോലെയാണ്? ലെയിംനെസ്സിനെ പോലെ, മുടന്തിനെ പോലെയാണ്. ലെയിംനെസ് ഈസ് ദ സൈലൻസ് ദാറ്റ് ഫാൾ ബിറ്റ്വീൻ വേർഡ് ആൻഡ് ആക്ഷൻ. വാക്കിനും പ്രവൃത്തിക്കുമിടയിലെ നിശബ്ദതയാണ് ലെയിംനെസ്, മുടന്ത് എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം, വാക്കിനും അർത്ഥത്തിനും ഇടയിലെ നിശബ്ദതയാണ് സ്റ്റാമർ എങ്കിൽ വാക്കിനും പ്രവൃത്തിക്കുമിടയിലെ നിശബ്ദതയാണ് മുടന്ത്. അപ്പോൾ ലെയിംനെസ്സും സ്റ്റാമറും തമ്മിൽ കോമൺ ആയിട്ട് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലെ? ആ പ്രത്യേകത എന്താണ്? അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സൈലൻസ്. സൈലൻസ് ആണ് ലെയിംനെസ്സും സ്റ്റാമറും തമ്മിലുള്ള സാമ്യത എന്ന് പറയും. ഇതും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സൈലൻസ് ആണ് കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി when it is like a lameness is the silence fall between words and action. When we stammer, we offer sacrifice to God of meaning. നമ്മൾ ഓരോ തവണ സ്റ്റാമർ നടത്തുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഗോഡ് ഓഫ് മീനിങ്ങിന്റെ മുൻപിൽ നമ്മൾ നടത്തുന്ന സാക്രിഫൈസ് ആണ് ആ സ്റ്റാമർ എന്നാണ് പോയിറ്റ് പറയുന്നത്. When the all people stammer become their mother tongue. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഈ പറയുന്നത്. The all people, ഒരു നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വിക്കാണ് ഉള്ളതെങ്കിൽ സ്റ്റാമർ അവരുടെ മദർ ടങ് ആണ്, അവരുടെ മാതൃഭാഷയാണ് എന്ന്. അപ്പൊ സ്റ്റാമർ ഒരു സോഷ്യൽ ഇഷ്യൂ ആയി മാറുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഈ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാവുന്നതാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇത്. എന്താണ് സ്റ്റാമർ ഒരു സോഷ്യൽ ഇഷ്യൂ ആവുന്നത് എങ്ങനെയാണ്? ഒരു നാട്ടിലെ എല്ലാവർക്കും ഓൾ പീപ്പിൾ സ്റ്റാമർ ബിക്കം ദെയർ മദർ ടങ് എന്ന് പറയുന്നത് പീപ്പിൾ, ജനങ്ങളുടെ ഇനബിലിറ്റി ടു റെസ്പോണ്ട് എന്നാണ്. ജനങ്ങൾക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനോട്? ഫോർ സോഷ്യൽ ഇൻജസ്റ്റിസ്. സാമൂഹികമായ അനീതികൾ കാണുമ്പോൾ ജനങ്ങൾ എന്താവുന്നു? ഇനബിലിറ്റി ടു റെസ്പോണ്ട്, പ്രതികരിക്കാൻ കഴിയാതെ വരുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റാമർ എന്ന് പറയാം. അപ്പൊ സ്റ്റാമർ ഒരു സോഷ്യൽ ഇഷ്യൂ കൂടിയാണ്. ഇനി അദ്ദേഹം ഒരു ബൈബിളിക്കൽ അലൂഷനിലേക്ക് വരികയാണ്. ആ ബൈബിളിക്കൽ അലൂഷൻ ആണ് നമ്മളോട് പറയുന്നത്, ബൈബിളുമായി കണക്ട് ചെയ്ത് പറയുന്നത്. ഗോഡ് മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനും സ്റ്റാമറിങ് ഉണ്ടായിട്ടുണ്ട്, വിക്ക് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ്
All the words of man carry different meanings. മനുഷ്യന്റെ വാക്കുകൾക്കെല്ലാം വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉണ്ടായത്, വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന മനുഷ്യരാണ് ഈ ലോകത്ത്, അല്ലെ? അതുകൊണ്ടാണ് വ്യത്യസ്തമായ വാക്കുകളും അർത്ഥങ്ങളും ഉണ്ടായതും അതുകൊണ്ടാണ്. ഇറ്റ് ഹാപ്പൻ ഓൾ സ്പീച്ച് ഫ്രം പ്രയർ ടു കമാൻഡ്. അപ്പൊ അത് നമ്മളോട് ഒന്നുകൂടെ വിശദീകരിച്ച് പറയാണ് അദ്ദേഹം. ഇറ്റ് ഹാപ്പൻസ്, എവിടെ എങ്ങനെ സംഭവിക്കുന്നു? ഓൾ ഈ സ്പീച്ച് ഫ്രം പ്രയർ ടു കമാൻഡ്. ഒരു വ്യക്തിയുടെ പ്രയർ മുതൽ കമാൻഡ് വരെ, ഒരു വ്യക്തിയുടെ പ്രാർത്ഥന മുതൽ ആജ്ഞ വരെ എന്തിലാണ്? സ്റ്റാമേർഡാണ്, മുഴുവൻ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. പ്രാർത്ഥനകളും മുഴുവിക്കാറില്ല, ആജ്ഞകളും മുഴുവിക്കാറില്ല എന്നുള്ളത് പോലെയാണ് സ്റ്റാമേർഡാണ്. സ്റ്റാമർ ഈസ് ലൈക്ക് എ പോയിട്രി. സ്റ്റാമർ ഒരു കവിതയെ പോലെയാണ് എന്നൂടെ പറയാണ്. പോയട്രി ക്യാരീസ് ഡിഫറെന്റ് മീനിങ്. കാരണം കവിതയിലും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. ഓരോരുത്തർക്കും കവിതകളെ പലതായി വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് പോയട്രിയും സ്റ്റാമേർഡ് ആണ്. ഒരു കവിതയെ പല രീതിയിൽ ആളുകൾക്ക് ഇന്റർപ്രിട്ടേഷൻ ചെയ്യാം. ദിസ് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് മീനിങ് മേക്ക് പോയട്രി ബ്യൂട്ടിഫുൾ. അല്ലെ, ഒന്നിൽ കൂടുതൽ തലങ്ങളിലേക്ക് കവിതകളെ വിശദീകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് കാവ്യത്തിന് സൗന്ദര്യം ഉണ്ടായത്. Thus poetry gives beauty of stammer. അങ്ങനെ സ്റ്റാമറിനും വിക്കിനും എന്തുണ്ട്? ഒരു ഭംഗിയുണ്ട് എന്ന് പോയറ്റ് പറയാണ്. അതൊരു ഹാൻഡിക്യാപ്പ്, അതൊരു കുറവല്ല, വൈകല്യമല്ല, പകരം അതൊരു സൗന്ദര്യമാണ്, അതൊരു പ്രത്യേക കഴിവാണ് എന്ന് ഒരു വ്യത്യസ്തമായ പേഴ്സ്പെക്റ്റീവിലൂടെ പോയറ്റ് നമ്മുടെ മുന്നിൽ പറയാണ്. അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ടിക്ക് ചെയ്ത് നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്ന് നോക്കിയാണ് പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തുക. വീണ്ടും അടുത്ത വീഡിയോ ലെസണിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.